ഇപ്പോൾ സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് സാഹചര്യം പറഞ്ഞതുപോലെ തന്നെ സന്തോഷ്, കണ്ണൂരിലും നല്ല മഴയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മഴയാണല്ലേ? കാവ്യ, സിജു പറഞ്ഞതുപോലെ തന്നെ സമാനമായ സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലുമുള്ളത്. ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴയാണ്. അത് ഇതുവരെയും തോർന്നിട്ടില്ല. ശക്തമായ രീതിയിൽ ചില സമയത്ത് മഴ പെയ്യും, പിന്നീട് അല്പം ദുർബലപ്പെട്ട് മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്തും അതിശക്തമായ മഴ പെയ്യാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകൾ പലതും ഇരിട്ടി താലൂക്കിലെല്ലാം ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ശക്തമായ മഴ, അതിതീവ്ര മഴയുണ്ടായിക്കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, ദുർബല മേഖലകളുണ്ട്. ആ മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് ശക്തമായ മഴ ഉണ്ടെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ അതൊരു വലിയ ചോദ്യമാണ് സന്തോഷ്. ഇപ്പോൾ ഈ അവധി പ്രഖ്യാപിക്കാത്ത ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കമുള്ളവർ യൂട്യൂബിലും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമ്മളോടും ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റി, കണ്ണൂർ ജില്ലയ്ക്ക് അവധി എവിടെയെന്ന്. തീർച്ചയായും അത് സമൂഹ മാധ്യമങ്ങളിൽ കലക്ടറുടെ പേജിന് താഴെ ഉൾപ്പെടെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ കാര്യമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ അവസാനിച്ചിട്ടില്ല. ശക്തമായ മഴ തന്നെയാണ് പല സ്ഥലത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഒരു കാലവർഷകാലത്തൊക്കെ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നെന്താണ് അവധി പ്രഖ്യാപിക്കാത്തത് എന്നാണ് കുട്ടികളെല്ലാം തന്നെ കലക്ടറുടെ പേജിന് താഴെ പോയി ചോദിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റും പ്രചരിക്കുകയുണ്ടായി. അതിന് പിന്നാലെ വൈകുന്നേരം രാത്രിയോടുകൂടി അത് തെറ്റായ വാർത്തയാണെന്നും ഈ അവധി പ്രഖ്യാപിച്ചിട്ടില്ല, അത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കളക്ടറുടെ ചുമതലയുള്ള ADM ഇന്നലെ അറിയിപ്പായി പുറത്തിറക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ പ്രവചനം പോലെ തന്നെ മഴ ഇന്നും കണ്ണൂർ ജില്ലയിൽ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാവ്യ, ഈ മണ്ണിടിച്ചിൽ ഭീഷണി വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണത് കാസർഗോഡ്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ. അപ്പോൾ ആ നിലയിലുള്ള മുൻകരുതൽ എങ്ങനെയാണ് ഇപ്പോൾ സന്തോഷ് സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും കണ്ണൂർ ജില്ലയിൽ ഈ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. നേരത്തെ എല്ലാം തന്നെ സമാനമായ രീതിയിൽ ശക്തമായ മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോരത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള യാത്ര ചെയ്യുന്നതിനുള്ള ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇരിട്ടി താലൂക്കിൽപ്പെട്ട നിരവധി സ്ഥലങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് തീരദേശ മേഖലയാണ്. കണ്ണൂർ ജില്ലയിൽ തീരദേശ മേഖലയുണ്ട്. അവിടെ ഇന്നലെ വൈകുന്നേരം മുതൽക്ക് തന്നെ ശക്തമായ തിരമാലകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ വെള്ളക്കെട്ടുകൾ, പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മഴയുണ്ടാകുന്ന സമയത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ജലനിരപ്പ് പുഴകളിലും അല്ലെങ്കിൽ തോടുകളിലും ഒന്നും ജലനിരപ്പ് ഉയർന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ മഴ തുടർച്ചയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഈ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കൂടി അതാത് പ്രദേശത്തുള്ള പ്രാദേശിക ഭരണകൂടവും മറ്റും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാവ്യ, ശരി, സന്തോഷാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും നൽകിയത്.